ശ്രീ ബിജു രമേശ് നമ്മോട് കാണിച്ചിരുന്നത്. ശ്രീ ബിജു രമേശ്, വിജിലൻസ് കോടതി വിധി ശരിവെച്ചുകൊണ്ട് ഇത് തുടരണം, അന്വേഷണം തുടരണം എന്ന് തന്നെ ശരിവെച്ചുകൊണ്ടാണ് വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ കൂടി ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അതൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു വിധിയെ? തീർച്ചയായിട്ടും വിധി 100% സ്വാഗതാർഹമാണ്. ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം 100% വർദ്ധിച്ചിരിക്കുകയാണ്. കാര്യം കോടതിയിൽ അവര് നിയമവകുപ്പ് മന്ത്രി കൂടെ ആയിരുന്നതിനാൽ സുപ്രീം കോടതിയിൽ നിന്ന് വരെ ജനങ്ങളുടെ സമ്പത്ത് മുടക്കി ഈ പിരിച്ചെടുക്കുന്ന ടാക്സ് ഇനത്തിൽ കിട്ടുന്ന ടാക്സ് മുടക്കി ഈ അഴിമതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി കപിൽ സിബലിനെ പോലുള്ള കൂടിയ അഭിഭാഷകരെ രംഗത്തിറക്കുകയാണ് ഉണ്ടായത്. അത് ജനങ്ങളോടുള്ള ഒരു കടുത്ത വെല്ലുവിളിയാണ്. കാര്യം ജനങ്ങളുടെ ഖജനാവ് കൊള്ളയടിച്ച ശ്രീ കെ എം മാണിയെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ജനങ്ങളുടെ ടാക്സിൽ പൈസ തന്നെ മുടക്കി വലിയൊരു അഭിഭാഷകനെ, ഏറ്റവും വില കൂടിയ അഭിഭാഷകനെ, കോടികൾ നൽകിയ ഫീസ് വാങ്ങുന്ന അഭിഭാഷകനെ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ കേസിനെ സ്വാധീനിക്കാനും കേസിന് സമ്മർദ്ദം ചെലുത്തി ഈ കോടതിയെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുമാണ് ശ്രമിച്ചത്. പക്ഷേ കോടതി നീതിയുക്തമായി എന്താണ് ഇവിടെ നടന്നിരിക്കുന്ന സത്യാവസ്ഥ കോടതി മനസ്സിലാക്കിക്കൊണ്ട് നീതിയുക്തമായ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിന് വളരെയധികം സ്വാഗതാർഹമാണ്. പല തട്ടുകളിലും കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായിട്ടുമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ കോടതി ഒന്നിനും വഴങ്ങിയിട്ടില്ല എന്ന കാര്യത്തിൽ അത് നമുക്ക് തന്നെ മനസ്സിനകത്ത് വളരെയേറെ സന്തോഷമുണ്ടാവുന്ന ഒരു കാര്യമാണ്.